നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അമ്മണി അച്ഛമ്മയും സാവിത്രമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സാവിത്രച്ഛൻ പറഞ്ഞു, അല്ല എനിക്കൊരു സംശയമുണ്ട്. കാരണം വേറൊന്നുമല്ല അമ്മണിയമ്മേ, നമ്മളിങ്ങനെ ദൈവത്തെ കൂട്ടുപിടിച്ച ഇങ്ങനെ കള്ളത്തരം കാണിച്ച അതിന്റെ പേരിൽ എന്തെങ്കിലും കുഴപ്പം നമുക്കുണ്ടാവോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും ഉണ്ടാകത്തില്ല. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, നമ്മൾ ആർക്കും ദോഷം ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ. പിന്നെ രണ്ടു കുടുംബങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കണം, കുട്ടികളെ തമ്മിൽ ഒന്നിപ്പിക്കണം. ഇപ്പം ഇതിനു മുമ്പ് ഞാനിതുപോലെ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ആ കല്യാണം കാരണം കുടുംബക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിച്ചതും പിന്നെ അതിനുശേഷം നാലാററിഞ്ഞ് കല്യാണം നടത്തണമെന്നൊക്കെ ഞാൻ വാശി പിടിച്ച് എന്തുകൊണ്ടാണ് ശങ്കരനാരായണനും കൂടെ ഇതിനകത്ത് പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ശങ്കരനാരായണന്റെ മനസ്സിൽ അവർ തമ്മിൽ കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒന്നിച്ച് നല്ല സന്തോഷമായിട്ട് ജീവിക്കണം അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. അതൊക്കെ വിജയിച്ചില്ലേ, എവിടെ വരെ കാര്യങ്ങളൊക്കെ എത്തിയില്ലേന്ന് ചോദിക്കും. അത് കേട്ടുകഴിഞ്ഞപ്പം സാവിത്രി അമ്മച്ചൻ പറഞ്ഞു, അത് ശരിയാന്ന് പറയണ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ. നമ്മൾ മനുഷ്യന്മാരെ കൂട്ടുപിടിച്ചിട്ടൊന്നും അല്ല ഓരോ തെറ്റുകളൊക്കെ ചെയ്യുന്നത്, ദൈവത്തിനെ അല്ലേ. അതുകൊണ്ട് ദൈവത്തിന് ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറയാണ്. ഈ സമയത്ത് ശ്രീജ അതിലൂടെ പോയി അകത്തോടെയൊക്കെ നടന്ന് അവിടെ ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം രണ്ടാമത്തെ നിലയിലേക്ക് പോയിട്ട് അവിടെ ഇങ്ങനെ ഹാളിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്ന സമയത്ത് നല്ല ഭംഗിയൊരു ഫ്ലവർ വൈസ് ഉണ്ട് ചില്ലിൻ്റെ. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വർഷയുടെ ഇവിടെ എന്തെടുക്കുമെന്ന് ഒറ്റ ഒരു ചോദ്യം. ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജയുടെ കയ്യിൽ നിന്ന് ആ ഫ്ലവർ വൈസ് താഴേക്ക് അങ്ങോട്ട് വീണു. താഴേക്ക് വീണിട്ട് അതങ്ങോട്ട് പൊട്ടിപ്പോവാണ്. പെട്ടെന്ന് വർഷ അങ്ങോട്ട് പാഞ്ഞു വന്നു. വർഷ പാഞ്ഞു വന്നിട്ട് ചോദിച്ചു, എന്ത് പരിപാടി നിങ്ങളീ കാണിച്ചെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു, അത് പിന്നെ ഞാൻ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, മനസ്സിലായി എനിക്ക്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീയേട്ടൻ എനിക്ക് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു തന്നായിരുന്നു പറയാണ്. അത് കേട്ടപ്പം ശ്രീജ പറഞ്ഞു, അതെ അത് പിന്നെ ഞാൻ നിങ്ങളോട് ആരാ ഇതൊക്കെ എടുക്കാൻ പറഞ്ഞെന്ന് ചോദിക്കാം. ഞാനിത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയതാന്ന് പറയാം. നിങ്ങളുടെ ഞെട്ടല് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് ശ്രീജിക്ക് ഭയങ്കര വിഷമമായി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേദ വരുവാണ്. എന്താ അവിടെ ഒച്ചപ്പാടും വെള്ളം ചോദിച്ചുകൊണ്ട്, കണ്ടില്ലേ ഈ കിടക്കുന്ന കണ്ടോ എന്നൊക്കെ പറയണം. ശ്രീജ പറഞ്ഞു, ഞാനത് എടുത്ത സമയത്ത് വർഷയുടെ വിളി വെച്ച് കേട്ടപ്പം ഞാൻ ഞെട്ടിപ്പോയതാന്ന് പറയണം. ഇതാണോ ഇത്ര വലിയ കാര്യം? അതെ ശ്രീജ അടുത്ത് ഇത്ര കാര്യമായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ, പോട്ടെ എന്ന് പറയണം. വർഷ പറഞ്ഞു, അതെ നിനക്ക് കാര്യമുള്ളതായിരിക്കില്ല, പക്ഷെ എനിക്കത് കാര്യമുള്ളതെന്ന് പറയണം. പോട്ടെ വർഷേച്ചി, എന്തിനാ ഇത്ര നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പറയുന്നത്? ശ്രീജടുത്ത് ഇവിടുത്തെ വിരുന്നുകാരിയല്ലേ, അപ്പം നമ്മൾ ആ നിലയ്ക്ക് വേണ്ട നിൽക്കാനെന്ന് ചോദിക്കണം. വിരുന്നുകാരാണെങ്കിൽ അവർ ആ നിലയ്ക്ക് വേണം നിൽക്കാനായിട്ട്, പറഞ്ഞു മനസ്സിലായാലോ. അല്ലാതെ എല്ലാത്തോടത്തോളം കയറി നടന്ന് എല്ലാ സാധനങ്ങളും എടുക്കുകയല്ലേ ചെയ്യുന്നേ. അത് പിന്നെ ശ്രീജടുത്ത് കാണാത്തോണ്ട് അത് നോക്കിയതല്ലേ. ഓ കാണാത്തത് കണ്ടോണ്ടായിരിക്കും ഇത്ര പ്രശ്നമില്ലേ. അതെങ്ങനെയാ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വല്ലതും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് നാണം കെടുത്തോണ്ട് ശ്രീജനെ. ശ്രീജയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ശ്രീജ കരഞ്ഞോണ്ട് അങ്ങോട്ട് ഓടുമ്പോഴത്തേനും വേദ പറഞ്ഞു, അത് കാര്യം പറഞ്ഞേക്കാ വർഷേച്ചി, ഇത്ര സമയം ഞാൻ മര്യാദയ്ക്കാ സംസാരിച്ചേ, കുറച്ചൊക്കെ ഒരു സംസ്കാരം ആകാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു. നന്ദിനി വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. ഈ കിടക്കുന്ന കണ്ടില്ലേ എനിക്ക് ഇതോ? അത് നിങ്ങളെ ശ്രീജ എടുത്ത് താഴെയിട്ട് പൊട്ടിച്ചാന്ന് പറയണം. അവൾക്ക് ചുക്കാൻ പിടിക്കാനായിട്ട് വേദയും കൂടെ വന്നു പറയാം. ഓ അല്ലേലും അത് വേദ എപ്പോഴും ശ്രീജ എടുത്തിട്ട് സൈഡോ നിൽക്കത്തോളെന്ന് പറയണം. അല്ല വീട്ടിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാണോ? പിന്നെ ആണോന്നോ? ശ്രീജ അടുത്തേയും വേദ അത്ര കമ്പനിയല്ലേ നിൽക്കും. ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം അവരോട് പറഞ്ഞു ഒട്ടും കുറഞ്ഞു പോയില്ല എന്നൊക്കെ വർഷ പറയണം. പിന്നീട് വർഷ ചോദിച്ചു, അല്ല ഇന്ന് എല്ലാവരും പോകുമെന്ന് വയ്ക്കും. വേദയും വിക്രമോടെ കാണും, ബാക്കി എല്ലാവരും പോകുമെന്ന് പറയാം. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നന്ദിനി ഇവിടെ നിൽക്കാൻ പറയണം. ഞാനെന്തിനാ വർഷ വെച്ച് നിൽക്കുന്നത്, നിൽക്കുക കാര്യമൊക്കെ ഉണ്ടെന്ന് പറയണം. അങ്ങനെ നന്ദിനിയോട് പറഞ്ഞ് ചാട്ടയെ കയറ്റുവാണ്. പിന്നീട് എല്ലാവരും കൂടെ ആഹാരം കഴിക്കാൻ സമയത്ത് ശങ്കരനാരായണനും അവരെ കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിനോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഞാനിപ്പോൾ ഇരിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സാവിത്രി അച്ഛമ്മനെ അമ്മണി അച്ഛമ്മനെ അവിടെ പിടിച്ചിരുത്തി. അങ്ങനെ അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് അമ്മണി അച്ഛമ്മ പറഞ്ഞു, അതെ ഇന്നത്തെ ദിവസം അറിയാലോ വിക്രം, ഇന്നത്തെ ദിവസം നീയും വേദ ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയണം. അതെന്തിനാ ഇവിടെ നിൽക്കണേ? ഞങ്ങൾ അങ്ങോട്ട് പോന്നാൽ പോലെ നിൽക്കും. പറ്റില്ല, പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വിളക്ക് കൊളുത്തണ്ടേന്ന് നിൽക്കുക. അത് പിന്നെ ഞങ്ങൾ അവിടെ വന്നോളാം, ഇനി വിഗ്രഹമൊക്കെ നാളെ എടുത്തോണ്ട് പോന്നാൽ പോരെ, ഇന്ന് വിളക്ക് കളിച്ചിട്ട് അങ്ങോട്ട് പോന്നാൽ പോരെ നിൽക്കും. അത് പറ്റില്ല, ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സാവിത്രിയമ്മ ചോദിച്ചു, എന്താ വിക്രത്തിന് ഇവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല എന്ന് പറയണം. ഈ സമയത്ത് അമ്മണിയച്ചമ്മ പറഞ്ഞു, അതെ അവന് കുഴപ്പമൊന്നുമില്ല, അവൻ നിന്നോളൂ എന്ന് പറയാം. സാവിത്രിയമ്മ പറഞ്ഞു, ഒന്നൊരു കാര്യം ചെയ്യാം, അമ്മണിയമ്മയും കൂടെ ഇവിടെ നിൽക്കാൻ പറയണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ നിൽക്കാമെന്ന് പറയണം. ആ സമയം സുധാരമാഷിനോട് അമ്മണിയച്ചൻ പറഞ്ഞു, എന്നാൽ ഞാനിവിടെ നിൽക്കട്ടെ
സുധാകരൻ നിൽക്കുക. ആ അമ്മയുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചെയ്യുക, അമ്മ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എനിക്കിത് എതിർവാക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പത്മ പറഞ്ഞു, ദേ നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നില്ലേ, ഇനി ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരും, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സുധാകരൻ മാഷ് പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയണം. അല്ലേ ശങ്കരേട്ടാന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോളം നോക്കുവാണ്. അവസാനം ശങ്കരനാരായണൻ പറഞ്ഞു, ഞങ്ങൾ വരാം, എല്ലാവരും കൂടെ കൂടി വരാമെന്ന് പറയണം. എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ ശ്രീകാന്തിൻ്റെയും വർഷയുടെ മുഖവും കൂടി മാറി. ഈ സമയം നന്ദിനി ചോദിച്ചു, അല്ല അച്ഛമ്മ ഇവിടെ നിൽക്കുമല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ ഒരു ദിവസം ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മാഷ് ചോദിച്ചു, നീ എന്തിനാ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കണം. അല്ല അച്ചമ്മയ്ക്ക് കൂട്ടായിട്ട്. ഈ സമയം അച്ഛൻ പറഞ്ഞു, ഞാനിവിടെ നിൽക്കുന്നത് നാളെ ഇവരെയും കൊണ്ട് എനിക്ക് തറവാട്ടമ്പലം വരെ പോകണം, അതുകൊണ്ടാന്ന് പറയണം, ഇവിടുന്ന് നേരെ അമ്പലത്തിലേക്ക് പോകണമെന്ന് പറയണം, വിഗ്രഹമൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിന് നീ എന്തിനാ നന്ദിനി നിൽക്കണമെന്ന് ചോദിക്കണം. അല്ല അത് ഞാൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും വർഷയ്ക്ക് പറയാൻ പറ്റുമല്ലോ ഇവിടെ നിൽക്കാനായിട്ട്. ഈ സമയത്ത് വേദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നന്ദിനി അടുത്ത് നിന്നോ, നമുക്ക് ഒരുമിച്ച് തറവാട്ടമ്പലത്തിലും പോയാൽ മതി എന്ന് പറയണം. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, അതിന് വിനായകനോട് നീ പറഞ്ഞിട്ടില്ലോ എന്ന് പറയണം. അത് പിന്നെ വിനായകനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല അച്ഛാ എന്ന് പറയണം. പിന്നീട് വർഷ ശ്രീകാന്തും കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും വേദ ശ്രദ്ധിച്ചു. പുറകെ തന്നെ നന്ദിനിയും പോവാണ്. നന്ദിനിയും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലായി. പക്ഷെ വേദ അത്ര കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ മുകളിലേക്ക് ചെന്നിട്ട് വർഷ ശ്രീകാന്ത് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു. നന്ദിനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വർഷയോട്, ഞാൻ മുമ്പേ പറഞ്ഞ പ്ലാൻ ഉണ്ടല്ലോ എന്ന് പറയണം. അത് അല്ല ചെറിയ പ്ലാനൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും വർഷയും നന്ദിനിയും കൂടെ അങ്ങനെ വലിയ പ്ലാനുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. നന്ദിനി, ചെയ്യണം, ചെയ്തെങ്കിൽ മാത്രമേ രണ്ട് കുടുംബക്കാരും തമ്മിൽ അകറ്റാൻ പറ്റുള്ളൂ, രണ്ട് കുടുംബക്കാരും തമ്മിൽ വിള്ളലുണ്ടാവണ്ടോ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇപ്പം തന്നെ കണ്ടില്ലേ എല്ലാവരും കൂടെ ഭയങ്കര അടുപ്പത്തിലാണല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യുവാണ്, ആ കാര്യം അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ എല്ലാവർക്കും പോകേണ്ട സമയമായി. എല്ലാവരുടെയും യാത്ര പറഞ്ഞ് മാഷും കമലെ അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കമല വേദയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോളെ എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങുവാന്ന് പറയണം. അങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് മാഷും പറഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞിട്ട് മാഷ് തിരികെ വന്ന് വിക്രത്തോട് പറഞ്ഞു, എന്നാൽ ശരി വിക്രം പോട്ടെ എന്ന് പറയണം. വിക്രത്തിന് എന്തോ പോലെയായിപ്പോയി. വിക്രം പ്രതീക്ഷയില്ല തന്നോട് ഇങ്ങനെ അച്ഛൻ വന്ന് പറയുമെന്ന്. ഒരു നിമിഷം എല്ലാവർക്കും സന്തോഷമായിപ്പോൾ ആ ഒരു പറച്ചില്ല. അങ്ങനെ അവരങ്ങോട്ട് കാറിൽ കയറി അങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന സമയത്താണ് മാഷ് കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കാണ് പുറകിൽ നിന്ന് ശങ്കരനാരായണൻ്റെ വിളി വന്നത്. അതെ മാഷ് അവിടെ നിൽക്കാൻ പറയാണ്. ശങ്കരനാരായണൻ മാഷിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷപൂർവ്വം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ദൈവമേ എന്താ, എന്തെങ്കിലും ചീത്ത പറയാനാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് മാഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ശങ്കരനാരായണൻ പറഞ്ഞു, അതെ ഞാനൊരിക്കലും പ്രതീക്ഷിച്ച ഒരു ജീവിതമായിരുന്നില്ല എൻ്റെ മോൾക്ക് കിട്ടിയെന്ന് പറയണം. മാഷ് ഇങ്ങനെ നോക്കി മുഖത്തേക്ക് ശങ്കരനാരായണൻ്റെ. അതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, മാഷ് എന്നോടത് പൊറുക്കണമെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ആ തോളത്തേക്ക് കൈ വെക്കുവാണ് ശങ്കരനാരായണൻ. ഈ സമയത്ത് മാഷ് ആ കൈ എടുത്തിട്ട് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, അതിനൊന്നും ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ ഒരു സമാധാനമൊക്കെ ആയി. പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി എല്ലാവരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോകണം. വിക്രം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വിക്രം അവിടെ നിൽക്കണം. ഈ സമയത്ത് വേദ പറഞ്ഞു, എന്ത് പറ്റി വിക്രം? വിക്രത്തിന് എന്തൊരു വല്ലായ്മ തോന്നേ, ഒരു ഒറ്റപ്പെടൽ പോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഞാൻ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞാൻ എത്രമാത്രം മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് വിക്രത്തിന് ഇപ്പം മനസ്സിലായോ? കാരണം ആരോരും നമ്മളെ സ്വീകരിക്കാനില്ലാത്തൊരവസ്ഥ, അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഞാനത് ആ വേദനകളൊക്കെ കടന്നു പോയതുകൊണ്ട് എനിക്കത് നന്നായിട്ട് മനസ്സിലാവുമെന്ന് പറയണം. പിന്നീട് വിക്രത്തോട് ബാ അകത്തേക്ക് കയറി വരാൻ പറയണം. ഈ സമയം വിക്രം അങ്ങനെ നിൽക്കുകയാണ്. എനിക്കറിയാം വിക്രത്തിന്റെ മനസ്സെന്താന്ന്. പക്ഷെ വിക്രത്തിനെ ഇവിടെ സ്വീകരിക്കാനോ സന്തോഷിപ്പിക്കാനോ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആ വീട്ടിൽ വന്നിട്ട് ഞാൻ അനുഭവിച്ച വേദന എനിക്കല്ലേ അറിയുള്ളൂ എന്ന് പറയണം. അങ്ങനെ വിക്രത്തെ കൂട്ടിക്കൊണ്ട് അങ്ങനെ അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം വീട്ടിലേക്ക് ശ്രീജ അവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് മാഷ് വൈകുന്നേരം വിശ്വം ജോലി കഴിഞ്ഞ് വരുവാണ്. ആ മാഷിനോട് എല്ലാവരും വന്നോ അച്ഛാന്ന് ചോദിക്കുകയാണ്. അതെ അച്ഛമ്മയും നന്ദിനിയും വേദയും വിക്രമൊന്നും വന്നില്ല എന്ന് പറയാം. അതെന്താ? അച്ഛമ്മയും നന്ദിനിയൊക്കെ അവരിന്ന് അവിടെ കഴിഞ്ഞിട്ട് നാളെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ? പിന്നീട് വിശ്വം നേരെ അകത്തേക്ക് വന്നു. ആ സമയം ശ്രീജ മുറിയിലുണ്ടായിരുന്നു. ശ്രീജ അങ്ങനൊന്നും മിണ്ടാതിരിക്കുകയാണ്. വിശ്വൻ ചെന്നിട്ട് ചോദിച്ചു, എന്താ ശ്രീജ എന്ത് പറ്റി, നിന്റെ മുഖം എന്താ വല്ലായിരിക്കുന്നതെന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയാം. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ, എന്താ കാര്യം എന്നോട് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീജ ഒറ്റ കരച്ചിലായിരുന്നു. ശ്രീജയുടെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അവിടെ വെച്ച് വർഷ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്നുമില്ലാത്തവരല്ലേ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ
ഇതൊക്കെ എടുക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാണാതെ കിടക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതങ്ങനെ വിശ്വത്തിന് മുന്നിൽ അങ്ങോട്ട് കരഞ്ഞു തീർക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് വേണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.